പാഠം 753. അവസാനിക്കാത്ത ആലോചനകൾ. എനിക്കിത് കുറച്ച് നേരത്തെ ഇറങ്ങണം. പോകുന്ന വഴി പലചരക്കടയിലെ മാധവൻകുട്ടിയുടെ പുരയുടെ നോക്കണം. അതിന്റെ സ്കെച്ച് വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മാധവൻകുട്ടി കുറെ ദിവസമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാ ഇപ്പോഴും വിളിച്ചു. അതിനെന്താ മോഹനേട്ടാ, എന്റെ ഭാഗത്തുനിന്ന് ഒരു താമസമില്ല. കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഉച്ചയോടെ ചോറ്റുപാത്രത്തിലാക്കിയാൽ മാത്രം മതി. പിന്നെ ആകെ ബാക്കിയുള്ളത് മോഹനന്റെ ഷർട്ടും മുണ്ട് തേക്കാന്നുള്ളതാ. അതിനെനിക്കൊരു 5 മിനിറ്റ് മതി. എങ്കിൽ പിന്നെ ആദ്യം അതങ്ങ് ചെയ്യുന്നതിന് നല്ലത്. നിന്റെ ബാക്കി ജോലിയൊക്കെ ഞാൻ പോയി കഴിഞ്ഞ് ചെയ്താൽ മതിയല്ലോ. ഇനി അതിന്റെ കുറവുകൊണ്ട് മോഹനന്റെ വഴക്കുണ്ടാക്കണ്ട. ഷർട്ടും മുണ്ടും ഇപ്പൊ തന്നെ തേച്ചിടേണ്ട ബാക്കി കാര്യം പോരെ. എന്തിനാണ് എന്റെ പിന്നെ ഇറങ്ങി നടക്കണത്? ഷർട്ടും മുണ്ടും തേക്കാൻ എനിക്ക് അറിഞ്ഞൂടെ. അപ്പുറത്ത് പോയിട്ട് ആ പത്രത്തിലുള്ള ബാക്കിയോടെ ബാക്കി. അപ്പോഴേക്കും ഇത് റെഡി ആയിരിക്കും. പിന്നെ മോനടാ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. ഇന്നലെ പഞ്ചായത്ത് മെമ്പർ ശശികല ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു കേസ് ഏറ്റില്ലായിരുന്നോ? അതാകെപ്പാടെ നാണക്കേടാവുന്ന ലക്ഷണ. ഈ ശശികല ചേച്ചി പറഞ്ഞ പങ്കജാക്ഷൻ അവരുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയാ. അയാള് ഒരു ഓട്ടോ ഡ്രൈവറാ. തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അയാളെ പിടിച്ചത്. പോലീസുകാര് വിരോധം കൊണ്ട് ചെയ്തതാണ്. പങ്കജാക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യത്തിൽ ഇറക്കണമെന്ന് ശശികല ചേച്ചി പറഞ്ഞപ്പോ ഞാൻ വേറൊന്നും ആലോചിക്കാൻ പോയില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അപേക്ഷ കൊടുത്ത് ആളെ എങ്ങി ഇറക്കി. അത് കഴിഞ്ഞപ്പോഴല്ലേ മോഹനേട്ടാ സംഗതി പ്രശ്നമാണെന്ന് മനസ്സിലായത്. ഈ പങ്കജാക്ഷൻ എന്ന് പറയുന്നവൻ ഒരു റൗഡിയാണ്. അവൻ ചെന്നുപെടാത്ത കേസുകളൊന്നുമില്ല. എനിക്ക് താല്പര്യമാണെന്ന് ഇരിക്കട്ടെ, ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് കേസും കൂടി വിളിക്കാം. സാറേ, ഇനി എന്താ സാറേ ആലോചിക്കാനുള്ളത്? ആലോചിക്കാൻ പല കാര്യങ്ങളുണ്ടല്ലോ സാർ. പെട്ടെന്ന് വേണം സാറ്. ഒരു 15 മിനിറ്റിനുള്ളിൽ വിളിക്കുമല്ലോ? വിളിക്കും. ഓ ശരി സാർ. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? കേശവൻകുട്ടിയുടെ സ്ഥലം വാങ്ങാൻ പറ്റാത്തത് എന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് എന്ന് അല്ലേ? ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഭാമേ, കേശവൻകുട്ടി 1 ലക്ഷം രൂപ ഒരു സെന്റിന് ചോദിച്ച ഉടനെ ഞാനതെടുത്ത് കൊടുക്കണമായിരുന്നു എന്നാണോ നീ പറയുന്നത്? എന്നാണോ മോനേട്ടൻ പറഞ്ഞത്? മോഹനേട്ടൻ പറഞ്ഞ 75,000 രൂപ തീരെ കുറഞ്ഞു പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു? നിന്നെയും ഉത്തമനെയും പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടനെ എടുത്തു ചാടി അത് ചെയ്യുന്നതല്ല എന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞ 75,000 രൂപ തികച്ചും ന്യായമായിരുന്നു. എന്ന് മോഹനേട്ടൻ മാത്രം പറഞ്ഞാൽ മതിയോ? അത് തോന്നേണ്ടത് കേശവൻകുട്ടിക്കല്ലേ? കേശവൻകുട്ടിക്ക് അത് തോന്നി. ഇപ്പൊ വിളിച്ചത് കേശവൻകുട്ടിയാണ്. സെന്റിന് 75,000 രൂപ പ്രകാരം ആ ഭൂമി എനിക്ക് വിൽക്കാൻ തയ്യാറാണെന്ന് കേശവൻകുട്ടി പറഞ്ഞു. സത്യം? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഒരു കാര്യവും എടുത്തിയാട് തീരുമാനിക്കണം. വളരെയധികം ആലോചിച്ചും ചർച്ച ചെയ്തും വേണം ഒരു കാര്യം തീരുമാനിക്കാൻ. കേശവൻകുട്ടി പറഞ്ഞ പാടെ 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ സെന്റിന് 25,000 രൂപ പ്രകാരം 2.5 ലക്ഷം രൂപ എനിക്ക് നഷ്ടമാണ്. എന്തായാലും എന്റെ മോനോടെ ഞാൻ സമ്മതിച്ചു. ആ ഭൂമി നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനി കേശവൻകുട്ടി വില കൂട്ടുന്നതിന് മുന്നേ പെട്ടെന്ന് എഗ്രിമെന്റ് എഴുതിക്കോ. ഇന്ന് തന്നെ ഞാൻ എഗ്രിമെന്റ് എഴുതിയിരിക്കും. 15 മിനിറ്റിൽ വിളിച്ചു പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ എന്തിനാണ് ഒരു 15 മിനിറ്റ്? ഇപ്പൊ തന്നെ വിളിക്ക്. എന്താ വിളിക്കുന്നില്ലേ? ഇതില് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ ഭാമേ. എന്ത് കള്ളത്തരം? കേശവൻകുട്ടി ഈ സ്ഥലത്തിന്റെ വില പെട്ടെന്ന് കുറയ്ക്കുന്നു. ഇന്ന് തന്നെ എഗ്രിമെന്റ് എഴുതാന്നും പറയുന്നു. അതിലെന്തോ കള്ളത്തരമില്ലേ? ഇങ്ങനെ എല്ലാത്തിനും സംശയിക്കല്ലേ. അതിലൊരു കള്ളത്തരം ഉണ്ടാവില്ല. ഭാമേ, ഇത് 1-2 രൂപയുടെ ഇടപാടല്ല, 7.5 ലക്ഷം രൂപയുടെ ഇടപാടാ. ഒന്നുകൂടി ശരിക്കും അന്വേഷിച്ചേ പറ്റൂ. എങ്ങനെ? വഴിയുണ്ട്.
യ്യോ. മോനട്ടാ എന്ത് മോണു? കേശവൻകുട്ടി വിളിച്ച കാര്യങ്ങൾ ചോദിക്കണമല്ലോ. എന്ത് കാര്യം? ഭാമേ, കുറച്ചു മുൻപേ ഞാൻ പറഞ്ഞു തന്നതാണ് എന്ത് ചെയ്യുമ്പോഴും പലവട്ടം ആലോചിക്കണമെന്ന്. പഞ്ചായത്ത് മെമ്പർ ശശികലയുടെ വാക്ക് കേട്ട് നീ പങ്കജാക്ഷന്റെ കേസ് വാദിക്കാൻ പോയ പോലൊരു അബദ്ധം എനിക്ക് വരാൻ പാടില്ലല്ലോ. മോഹനേട്ടൻ ഇപ്പൊ കേശവൻകുട്ടി വിളിച്ച് എന്താണ് ചോദിക്കാൻ പോണത്? ആധാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കേശവൻകുട്ടി സമ്മതിച്ചു തരുമോ മോനട്ടാ? വിളിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന് ദോഷം വിളിക്കാൻ വെച്ചിരിക്കുന്ന ആള് തന്നെ പറയൂ. എങ്കിൽ എനിക്ക് വേറെ വഴികളറിയാം. എന്തു വഴി? അതൊക്കെ ഉണ്ട്. കേശവൻകുട്ടിക്ക് ആ ഭൂമി കിട്ടിയത് എങ്ങനെയാണ് എന്നും ആ ഭൂമിയിൽ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. അതുപോലെ ആ ഭൂമിയിൽ കേശവൻകുട്ടി എന്തെങ്കിലും ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ടോ എന്നും. അതെങ്ങനെ അറിയാൻ പറ്റും? ഭാമേ, മോഹനൻ സാർ വിചാരിച്ചാൽ എന്ത് നടക്കും? ഹലോ ഉത്തമ, മോഹനൻ സാറാ. എന്താ സാറേ? ഈ കേശവൻകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ഉത്തമൻ ശരിക്കും അറിയാമോ? കേശവൻകുട്ടിയുടെ? നമ്മൾ ആ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, കേശവൻകുട്ടിയുടെ. ഓ, കേശവൻകുട്ടിയുടെ വീട്ടുകാരെ എനിക്കറിയാം സാറേ. എന്ത് സാറേ? കേശവൻകുട്ടിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണല്ലോ അത്. അതിൽ നമ്മൾ അറിയാത്ത അവകാശികൾ ആരെങ്കിലും ഉണ്ടോ? നമ്മളറിയാത്ത അവകാശി കാണൂല സാറേ. കാണൂലായിരിക്കും സാറേ എന്ന് പറഞ്ഞാൽ പോരാ, കാര്യം തീർത്ത് പറയണം. ഇല്ലെന്നാണ് തോന്നുന്നത്. സാറെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? കാര്യമുണ്ട്. ഞാൻ ചോദിച്ച കാര്യം കൃത്യമായി അന്വേഷിച്ച ശേഷം 15 മിനിറ്റകം ഉത്തമൻ ഇങ്ങോട്ട് വിളിക്കണം. മനസ്സിലായല്ലോ? ഓ ശരി സാറേ. ആ സ്വത്തിൽ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ, ആർക്കെങ്കിലും നമ്മളറിയാതെ കേശവൻകുട്ടി ആ സ്വത്ത് പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. ഓ അന്വേഷിക്കാം സാറേ. ഇനി എന്തേ മോണു? അന്വേഷിക്കാൻ ഇനിയും പല വഴികളുണ്ട്. എല്ലാ വഴികളും അന്വേഷിക്കണം. നീ പങ്കജാക്ഷന്റെ കേസ് വായിച്ച പോലെ ആവാൻ പാടില്ലല്ലോ.